ഇതുപോലെ ചട പിടിച്ച് ചകിരി തല പോലെ ഇരിക്കണം. മുടി എങ്ങനെ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കി വീട്ടിൽ മാറ്റിയെടുക്കാം. ഇതുപോലെ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്താൽ മതി. അങ്ങനെ ചുമ്മാ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്താൽ ഇങ്ങനെ ആവില്ല. ഷാമ്പുവിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയുടെ ടെക്സ്ചറൊക്കെ മാറി വരും. അതിനുവേണ്ടി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഷാമ്പു ഏതാണോ അത് എടുത്തിട്ട് നമ്മളുടെ മുടിയുടെ തിക്നെസ്സിനും ലെങ്ത്തിനും അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലോറാറ്റിവയുടെ ഷാമ്പു കണ്ടീഷണറാണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുമല്ല, നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഷുഗറാണ്. ഈ ഷുഗർ നമ്മുടെ ഹെയറിനെ സിൽക്കി ടെക്സ്ചറിലോട്ട് മാറ്റാനായിട്ടും അതുപോലെ തന്നെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഹെയർ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഷാമ്പൂ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റോളം ബീറ്റ് ചെയ്തു ഈ ഒരു ഫോം ആകുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ ഓയിൽ ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 10 ഡ്രോപ്സോളം ഹെയർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഓയിൽ ആഡ് ചെയ്യുമ്പോഴും നമ്മുടെ മുടി കുറച്ച് ഷൈനി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ടൈമിൽ. എന്നിട്ട് അതും പിന്നെയും വീണ്ടും ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. ഏകദേശം ഈ ഒരു ഫോമിൽ ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് കണ്ടീഷണർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കണ്ടീഷണർ എടുക്കുക. എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കണം ആ ക്വാണ്ടിറ്റി കണ്ടീഷണർ എടുത്തിട്ട് അതിനകത്തേക്ക് വിറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ് ഒരു 3 പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. വിറ്റമിൻ ഇയുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ മുടിയുടെ കണ്ടീഷണർ നല്ലൊരു അടിപൊളി കണ്ടീഷണറാണ്. അതുപോലെ മുടി നല്ല മോയ്സ്ചറൈസേഷനും അതുപോലെ തന്നെ നല്ലൊരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അലോവേരയുടെ ജെല്ല് ഇതുപോലെ 2 സൈഡും മുറിച്ച് കളഞ്ഞ ശേഷം സെൻറ്റർ പാർട്ട് കട്ട് ചെയ്ത് കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ ചിരണ്ടി എടുക്കണം അതിൻ്റെ ജെല്ല്. നന്നായിട്ട് ഇതുപോലെ എടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഫോമിൽ കറ്റാർവാഴയുടെ ജെല്ല് കിട്ടും. അതും കൂടി നമ്മൾ കണ്ടീഷണറിലോട്ടും വിറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റിൽ ഓയിൽ ചേർത്തേക്കണം. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടീഷണറും വിറ്റമിൻ ഇ ടാബ്ലറ്റും ഓയിലും അതുപോലെ തന്നെ കറ്റാർവാഴ ജെല്ലും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. കൈ ഉപയോഗിച്ച് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ടൈം കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലേക്ക് മാറും. എന്നിട്ട് അതെടുത്ത് മാറ്റി വെക്കുക. ഇനി എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യണേക്കാൾ മുമ്പ് ഹെയർ സെറ്റ് ചെയ്താൽ എന്തായാലും ഡീറ്റാങ്കിൾ ചെയ്യണം. നല്ല പല്ലിന് അകലമുള്ള കോമ്പ് ഉപയോഗിച്ച് ഹെയർ നന്നായിട്ട് കോമ്പ് ചെയ്ത് ഡീറ്റാങ്കിളൊക്കെ ചെയ്ത് ഹെയറിലെ ചടയൊക്കെ മാറ്റണം. അതിന് ശേഷം മാത്രമേ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 5 മിനിറ്റ്സോളം ഇതുപോലെ നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തു. അതിന് ശേഷം ഹെയർ ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുത്ത ശേഷം ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഷാമ്പും ഷുഗറും കൂടി ചേർത്തേക്കണം. ആ മിക്സ്ചർ
ഓരോ പാർട്ടീഷനിൽ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് തന്നെ റൂട്ട് മുതൽ താഴോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ അല്ലാതെ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ബാക്ക് സൈഡിലൊക്കെ ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ കുറച്ച് ഓരോ പാർട്ടീഷനാക്കി ഓരോ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് റൂട്ട് മുതൽ അടിയിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ചെറിയതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാം. നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യണം. റൂട്ടിൽ നിന്നും നന്നായിട്ട് വെള്ളം ഒഴിച്ച് റൂട്ടിൽ നിന്നും ഹെയറിൽ നിന്നൊക്കെ മൊത്തത്തിൽ ഷാമ്പു റിമൂവ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം മാത്രം കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തലയിലുള്ള വെള്ളം മുഴുവനും കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിഴിഞ്ഞ് കളഞ്ഞ് കണ്ടീഷണർ പുരട്ടാം. കണ്ടീഷണറുടെ മുടിയുടെ റൂട്ടിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ഇഞ്ച് വിട്ടിട്ട് വേണം കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഷാമ്പു പുരട്ടിയ പോലെ തന്നെ റൂട്ടിൽ നിന്ന് 1 ഇഞ്ച് മാറ്റിയിട്ട് എല്ലായിടത്തും ഇതുപോലെ ഓരോ സെപ്പറേഷനായിട്ട് പുരട്ടി കൊടുക്കാം. അതിന് ശേഷം ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 10-20 മിനിറ്റെങ്കിലും നമുക്കത് തലയിൽ വെച്ചിട്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. എല്ലാവരും പുരട്ടി ഒരു 10-20 മിനിറ്റോളം നമ്മൾ ജസ്റ്റ് ഇപ്പം നീർക്കെട്ട് വെള്ളം ഇറങ്ങിയിട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ അതുപോലെ വെച്ച് ഒരു 20 മിനിറ്റോളം ഇരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അതിനുശേഷം ഹെയർ നോർമലി വാഷ് ചെയ്യണ പോലെ വാഷ് ചെയ്ത് ഇത് ചെയ്യാം. നന്നായിട്ട് വാഷ് ചെയ്യാം. അതിനുശേഷം മുടി ഒരിക്കലും തിരുമ്മി ഉണക്കരുത്. ഇതുപോലെ കെട്ടി വെച്ച് ഉണക്കണം. അപ്പോൾ ഈ ഒരു ഫോമിലോട്ട് ആയിട്ടുണ്ട് മുടി. നമുക്ക് വീട്ടിൽ തന്നെ ഒരു കെരാറ്റിൻ ചെയ്ത പോലത്തെ ഒരു എഫക്റ്റാണ്. പാർലറിലൊക്കെ പോയി കെരാറ്റിൻ ചെയ്യണ പോലത്തെ ഒരു എഫക്റ്റ് വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്പായൊക്കെ ചെയ്ത പോലെ ഒട്ടും എക്സ്പെൻസീവ് അല്ല. അപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും.